നമസ്കാരം. ശാന്താസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രൊഫസർ ഉമാദേവി. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ബ്രെയിൻ ഫ്രൈ ആണ്. ബ്രെയിൻ എന്ന് പറയുമ്പോൾ മട്ടൺ ബ്രെയിനാണ്. മട്ടൺ ബ്രെയിൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അതായത് അതിൻ്റെ മുകളിൽ ധാരാളം വെയിൻസ് ഉണ്ടായിരിക്കും. ഈ വെയിൻസൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മളിങ്ങനെ എടുക്കുക. വളരെ സൂക്ഷിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങി പോരും. അതെല്ലാം വളരെ സാവധാനത്തിൽ എടുത്ത് അതിൻ്റെ പുറമങ്ങ് വൃത്തിയാക്കുക. കണ്ടോ, ഇതിങ്ങനെ വന്നല്ലോ. അതുപോലെ മുഴുക്കയും ഇങ്ങി പോരും. അതുപോലെ ഞാൻ ഇത് സ്വല്പ സമയം എടുക്കുക വൃത്തിയാക്കി വെച്ച ബ്രെയിനാണ് ഇവിടെ കാണുന്നത്. ഇതിനെ ഓംലെറ്റ് ആക്കാനായിട്ട് കുറേ സാധനങ്ങൾ ചേർക്കണം. അതിനൊരു മസാല നമ്മൾ ഉണ്ടാക്കണം. അത് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 3 സ്പൂൺ നാളികേരം ചുരണ്ടിയത്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ ഗരം മസാല, 1 മുട്ട, ഉള്ളിയും കറിവേപ്പിലയും. ചെറിയ ഉള്ളിയാണ് ഇതിന് ആവശ്യം. ഇതിന് സവാള ഇടുന്നതിനേക്കാളും രുചികരമായിരിക്കുന്ന ചെറിയ ഉള്ളി. അതുപോലെ കറിവേപ്പിലയും മറന്നു പോകരുത്. കറിവേപ്പിലയും ചെറിയ ഉള്ളിയുമാണ് ഇതിന് പ്രത്യേകം ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ആദ്യം ശകലം നാളികേരം, ഒരു 3 സ്പൂൺ നാളികേരം, 1 ബ്രെയിനേ ഉള്ളൂ, അപ്പോൾ 1/2 സ്പൂൺ മതിയാവും. മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/4 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അതിൻ്റെ കൂടെ കറിവേപ്പില, ചെറിയ ഉള്ളി, അത് രണ്ടും ചേർത്താണ് അരക്കേണ്ടത്. ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്ത മസാലയാണ് കണ്ടത്. ഇതിനെ ഇനി ഈ ബ്രെയിനിലോട്ട് ഇടുക. എന്നിട്ട് ഈ മുട്ടയും ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴയ്ക്കണം. ഈ മസാലകളെല്ലാം ചേർത്തു, അരച്ചെടുത്ത് ആ തേങ്ങയും കൂടെ ചേർത്തു. ഇതെല്ലാം കൂടി ഇതിലൊന്ന് കൈ കൊണ്ട് നല്ലതുപോലെ യോജിപ്പിക്കുക. മുട്ടയും ബ്രെയിനും അതിൻ്റെ അരപ്പ് എല്ലാം കൂടി ഒരുമിച്ച് നല്ലതുപോലെ യോജിക്കണം. എന്നിട്ട് അതിനെ ഓംലെറ്റാക്കി പൊരിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ശകലം എണ്ണ ഒഴിച്ചു. ഒരു 2 സ്പൂൺ എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട്
ഇത് കൈകൊണ്ട് എടുത്ത് ഇടുക. ഈ വിധത്തിൽ ഇട്ടാൽ മതി. ഇത് ഇനി ഒരു ഓംലെറ്റിന് കൂടി തികയും. തീ ശകലം കുറയ്ക്കുക. ഇതൊന്ന് മറച്ചിട്ടിരിക്കുകയാണ്. ഈ വശം കൂടി പൊരിഞ്ഞ് വരുമ്പോൾ അത് മാറ്റാം. നല്ലതുപോലെ പൊരിഞ്ഞു എന്ന് തന്നെ തോന്നുന്നു. അതായി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ ബ്രെയിൻ ഓംലെറ്റ് റെഡി. വ്യത്യാസമുണ്ട്. ബ്രെയിൻ ഓംലെറ്റ് നമുക്ക് ബർഗറാക്കാം, സാൻഡ്വിച്ച് ആക്കാം. ബർഗറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സവാള അടിയിൽ വെച്ച് ഒരു ഫ്രൈ ഇതിനിടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു ബർഗറാക്കാം. പിന്നെ അതുപോലെ സാൻഡ്വിച്ച് ആക്കാനും ഇത് നല്ലതാണ്. ഇങ്ങനെ ബർഗറാക്കാനും സാൻഡ്വിച്ച് ആക്കാനും കൊള്ളാം. അല്ലാതെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ ഈ ബ്രെയിൻ ഓംലെറ്റ് നല്ല കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.